In this class we will discuss realization of logical gates using transistor and diode circuit. Okay. ബേസിക്കലി നമ്മൾ ഡയോഡും ട്രാൻസിസ്റ്ററും വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, സത്യത്തിൽ ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ്, അതായത് ട്രാൻസിസ്റ്ററിൻ്റെ എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡയോഡ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഡീറ്റെയിൽ ഇൻഡെപ്ത് നോളജ് ഉണ്ടാക്കിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടിയത്. പക്ഷേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട്, ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യുന്നതിന് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം എന്താണ് ഒരു ഐഡിയൽ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഐഡിയൽ ഡയോഡ് അല്ലെങ്കിൽ ഐഡിയൽ ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, സോ ആസ് വി ഓൾ നോ വാട്ട് ഈസ് ആൻ ഐഡിയൽ ഡയോഡ്. ഓക്കെ, ആസ് വി ഓൾ നോ ഡയോഡ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് എൻ്റെ ധാരണ. ഡയോഡ് എന്ന് പറയുന്നത് ഒരു 2 ടെർമിനൽ ഡിവൈസാണ്. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് അതെല്ലാം അറിയാവുന്നതാണ്. സോ ദിസ് ഈസ് ആനോഡ് ആൻഡ് ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് കാഥോഡ്. ഓക്കെ, ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. ഒരു ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി എൻ ജംഗ്ഷനാണ്. ആസ് വി ഓൾ നോ ഇറ്റ്സ് പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ജോയിൻ ചെയ്തതാണ്. പി ടൈപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടൈപ്പാണ്. സോ ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും എങ്ങനെയാണ് ഇതിനകത്ത് ഈ പി എൻ ജംഗ്ഷൻ ഉണ്ടായിരിക്കുന്നത്, എന്താണ് ഡിപ്ലീഷൻ റീജിയൻ, അതിൻ്റെ ഡീറ്റെയിൽ ഡെപ്തൊക്കെ നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു ഡയോഡിൻ്റെ സർക്യൂട്ട് സിമ്പിൾ. അതിനകത്ത് പോസിറ്റീവ് റീജിയൻ ഉണ്ട്, നെഗറ്റീവ് റീജിയൻ ഉണ്ട്. പോസിറ്റീവ് റീജിയൻ നമ്മൾ ആനോഡെന്നും നെഗറ്റീവ് റീജിയനെ കാഥോഡെന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇത് 2 ടൈപ്പ് ബയാസ് ചെയ്യാം. ഒന്നിൽ പോസിറ്റീവിൽ ഒരു ബയാസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി വെച്ച് കണക്ട് ചെയ്യുന്നതിനാണ് ബയാസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നതിനാണ് ബയാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ബയാസിംഗ് ഉണ്ട്. വൺ ഈസ് ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസിൽ നമ്മൾ ചെയ്യുന്നത് ഡയോഡിൻ്റെ ആനോഡിൽ, അതായത് പോസിറ്റീവ് സൈഡിൽ പി ടൈപ്പും, അതായത് പോസിറ്റീവ് സെല്ലിൻ്റെ പോസിറ്റീവ്. സോ ദിസ് വിൽ റെപ്രസെൻറ്റ് എ ബാറ്ററി ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലെങ്ത്ത് കൂടിയ ലൈന് പോസിറ്റീവും ലെങ്ത്ത് കുറഞ്ഞ നെഗറ്റീവും ആണ്. സോ ദിസ് ഈസ് പി, ദിസ് ഈസ് എൻ. സോ പോസിറ്റീവിലേക്ക് പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി കണക്ട് ചെയ്യുക, നെഗറ്റീവിലേക്ക് നെഗറ്റീവ് ഓഫ് ദ ബാറ്ററി കണക്ട് ചെയ്യുക. ഓക്കെ, സോ ഈ കണ്ടീഷനിൽ ദിസ് ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ്, ഈ ഡയോഡ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ക്ലോസ്ഡ് സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിലൂടെ ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ. ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ്, ഇതൊരു സ്വിച്ച് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുക. ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇതിവിടെ വരയ്ക്കാൻ പാടില്ല, ഇതിപ്പോൾ ഞാൻ പാരലായിട്ടാണ് വരച്ചിരിക്കുന്നത്, അങ്ങനെ വരയ്ക്കാൻ പാടില്ല. ദിസ് വിൽ ബി റെപ്രസെൻറ്റ് എ ക്ലോസ്ഡ് സ്വിച്ച്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പാരലായിട്ട് വരയ്ക്കുന്ന പോലെയാവും. ദിസ് ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഡയോഡിലൂടെ ലാർജ് കറണ്ട് സ്റ്റാർട്ട് ഫ്ലോ. അപ്പോൾ എന്താണ്, ഫോർവേഡ് ബയാസിൽ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആൻഡ് ഹെൻസ് ലാർജ് കറണ്ട് വിൽ ഫ്ലോ. ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു കണ്ടക്റ്റിംഗ് ലൈൻ പോലെയാണ് ആക്ട് ചെയ്യുള്ളൂ, അതുകൊണ്ട് ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ. ഓക്കെ, ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഫോർവേഡ് ബയാസ്. ആൻഡ് ഇൻ റിവേഴ്സ് ബയാസ് ഈസ് നത്തിങ് ബട്ട്
റിവേഴ്സ് ബയാസിൽ consider this is my diode, this is p type, this is n region. Here we can see that here it is negative, here it is positive, and positive of the battery is connected to the n region and the negative of the battery is connected to the p region, and hence it is known as reverse bias. റിവേഴ്സ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ റിവേഴ്സ് ബയാസിൽ ദിസ് ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. ഡയോഡ് ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഹെൻസ് നോ കറണ്ട് വിൽ ഫ്ലോ. നോ കറണ്ട് വിൽ ഫ്ലോ. ബട്ട് പ്രാക്ടിക്കലി നമ്മൾ പ്രാക്ടിക്കൽ സർക്യൂട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, സ്മോൾ കറണ്ട് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് മൈക്രോ ആംബിയർ ഓർ നാനോ ആംബിയർ കറണ്ട് വിൽ ബി ഫ്ലോ ത്രൂ ദിസ് diode even when it is in a reverse bias. But in ideal condition we can say that there will be no current is flowing in through the diode. Okay, so this will be act as a open switch ആയിട്ടാണ് ആക്ട് ചെയ്യുക. No current will be flow, but in forward bias there will be a large current will be flow. Okay, hope this one is clear. So ideal case closed switch ആണ്. സോ ഈ പ്രോപ്പർട്ടിയാണ്, ഈ ഡയോഡിൻ്റെ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. റെക്ടിഫിക്കേഷൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, എ സിന് ഡി സി ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കോൺസ്റ്റൻറ്റ് കറണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമുക്കറിയാം പോസിറ്റീവ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു സൈക്കിൾ മാത്രമായിട്ട് റെക്ടിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡയോഡ് വിൽ ഓൺലി അലൗ ടു ഫ്ലോ യൂണി ഡയറക്ഷണൽ കറണ്ട്. ഒരു ഡയറക്ഷനിൽ മാത്രം കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്ന ഡിവൈസാണ് ഡയോഡ്. അതുകൊണ്ട് റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സാധാരണ നമ്മുടെ സെമി കണ്ടക്ടർ ഡയോഡിന് റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റെക്ടിഫയർ ഡയോഡ് എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്, ഒരു കോമൺ ഡയോഡിന്. ഓക്കെ, നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് ഡയോഡുകളുണ്ട്. സെൻട്രൽ ഡയോഡുണ്ട്, ടണൽ ഡയോഡുണ്ട്, ഷോർട്ട് കീ ഡയോഡുണ്ട്, അവലാഞ്ച് ഡയോഡുണ്ട്. അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സുകളുണ്ട്. പക്ഷേ സാധാരണ ഒരു ഡയോഡ് എന്ന് പറയുന്നത് റെക്ടിഫയർ ഡയോഡാണ്. ആ റെക്ടിഫയർ ഡയോഡിനെ അങ്ങനെ പേര് പറയാൻ കാരണം അത് ദാറ്റ് വിൽ അലോ ഓൺലി യൂണി ഡയറക്ഷണൽ കറണ്ട് ഫ്ലോ. ഓക്കെ, ഹോപ്പ് ദിസ് വൺ ഈസ് ക്ലിയർ. ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായാലാണ് നമ്മൾ ഇനിയിപ്പം സർക്യൂട്ട് റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഡയോഡിൻ്റെ കേസിൽ ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ചെറിയ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഹലോ, ക്ലിയർ ആണ്. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ദി ട്രാൻസിസ്റ്റർ. ഓക്കെ, ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമുക്ക് 2 ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ടെന്നറിയാം, എൻ പി എൻ ആൻഡ് പി എൻ പി. നമ്മൾ ഇതിനെക്കുറിച്ച് ട്രാൻസിസ്റ്റർ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്താണ് എൻ പി എൻ, എന്താണ് പി എൻ പി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന എൻ പി എൻ ട്രാൻസിസ്റ്ററാണ്. എൻ പി എൻ ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. പി എൻ പിയിൽ നമുക്കറിയാം എൻ പി എൻ എന്ന് പറയുന്നത് നമുക്ക് 2 എൻ റീജിയനുണ്ട്, ഒരു പി റീജിയനാണ് നമുക്ക് നടുക്കുള്ളത്. ഓക്കെ, പി എൻ പിയിൽ 2 പി റീജിയനും ഒരു എൻ റീജിയനുമാണ് നടുക്കുള്ളത്. സോ ഇതിനകത്ത് ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ക്യാരിയേഴ്സ് എൻ പി എനിൽ. പി എൻ പിയിൽ ഹോൾസ് ആണ് മെജോറിറ്റി ക്യാരിയേഴ്സ്. എന്താണ് ഹോൾസ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്നേരം നമുക്ക് പറയാം. ഓക്കെ, സോ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി ക്യാരിയേഴ്സ് ആയ കാരണം അത് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യും. എൻ പി എൻ ട്രാൻസിസ്റ്റർ ക്വിക്കായിട്ട്, ബിക്കോസ് ദി വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഈസ് വെരി മച്ച് ഹയർ ദാൻ ഹോൾ. ഓക്കെ, സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഓക്കെ, ഈവൻ എൻ പി എൻ ട്രാൻസിസ്റ്ററിൽ നമ്മളൊരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദിസ് ഈസ് മൈ representation of NPN.
Okay, so this is collector, this is base, and this is emitter. ഈ കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന റീജിയനാണ് എമിറ്റർ റീജിയൻ, അല്ലാത്ത റീജിയനാണ് കളക്ടർ റീജിയൻ, നടുക്കുള്ള റീജിയനാണ് ബേസ് റീജിയൻ. ഓക്കെ, ബേസ് റീജിയനിലൊരു പോസിറ്റീവാണ്, നമ്മൾ പോസിറ്റീവ് റീജിയനാണ്. കളക്ടർ റീജിയനും എമിറ്റർ റീജിയനും ഒരു നെഗറ്റീവ് ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. ഈ ട്രാൻസിസ്റ്റർ 3 റീജിയൻ ഓഫ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യും. ദിസ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്റർ. 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. 3 റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രാൻസിസ്റ്റർ സാധിക്കും. 1 ഈസ് സാച്ചുറേഷൻ റീജിയൻ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഞാൻ പറയാൻ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സാച്ചുറേഷൻ റീജിയൻ, ദെൻ കട്ട് ഓഫ് റീജിയൻ, then active region. Okay, so these 3 region of operation a transistor can be done. So ഇത് സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാച്ചുറേഷൻ റീജിയൻ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം സാച്ചുറേറ്റ് ആയിട്ടുള്ള റീജിയനാണ്. സാച്ചുറേറ്റ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് സാച്ചുറേറ്റഡ് ആണ്. കറണ്ട് സാച്ചുറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ മാക്സിമം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ പറയുന്നത്. കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ കട്ട് ഓഫ് ചെയ്തിരിക്കുന്നത്, കറണ്ടിൻ്റെ ഫ്ലോ കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഇൻ ദിസ് 2 റീജിയൻ ദ ട്രാൻസിസ്റ്റർ ക്യാൻ ബി ആക്ട് ആസ് എ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താ, സാച്ചുറേഷൻ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കറണ്ട് ഫ്ലോ ആണ്, കട്ട് ഓഫ് റീജിയൻ എന്ന് വെച്ചാൽ നോ കറണ്ട് ഫ്ലോ. സോ ദിസ് ഈസ് maximum current flow. So ideally we can be say that this is a closed switch condition, and this condition no current flow. Ideal case ആണ് പറയുന്നത്, but practically there will be some current is flowing. It's like very few current. Okay, ideally പറയുമ്പോൾ no current will be flow through this region of operation. And active region, നമ്മുടെ ട്രാൻസിസ്റ്റർ ശരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ആക്റ്റീവ് റീജിയനിലാണ്. കാരണം ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ആംപ്ലിഫൈ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സ്മോൾ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു വലിയ സിഗ്നലാക്കുന്നതിന് പ്രോസസ്സിനെയാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ ഡിസ്കവർ ചെയ്തത് തന്നെ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ട്രാൻസിസ്റ്റർ ഡിസ്കവർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ റീജിയനാണ്. എന്താണ് ലീനിയർ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലീനിയർ റീജിയൻ ഓഫ് ഓപ്പറേഷനിലാണ് വർക്ക് ചെയ്യുക. ലീനിയർ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യുന്ന റീജിയനാണ് ലീനിയർ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ റീജിയനിൽ നമുക്കൊരു XY ലൈൻ എടുത്ത് XY പ്ലോട്ട് ഗ്രാഫ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈനായിട്ടാണ് കിട്ടുക. അതായത് ലീനിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇൻപുട്ട് എങ്ങനെ വേരി ചെയ്യുന്നു അതുപോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ ഒരു ലീനിയർ പ്രോസസ്സാണ്. ഇൻപുട്ട് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്യണം. ഓക്കെ, സോ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് പഠിക്കുമ്പോൾ പറയും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്തായിട്ടാണ്, സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. കാരണം എന്താണ്, നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യാനാണ്. സോ ഡിജിറ്റൽ സർക്യൂട്ടിൽ നമ്മൾ സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ച് അല്ലെങ്കിൽ ഓപ്പൺ സ്വിച്ച്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കട്ട് ഓഫ് റീജിയനിൽ അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലാണ് ഈ ട്രാൻസിസ്റ്ററൊക്കെ ഈ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യുമ്പോൾ ഈ 2 റീജിയൻ ഓഫ് ഓപ്പറേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ അപ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇനി പറയുന്നത്. എപ്പോഴാണ് സാച്ചുറേഷൻ റീജിയനിലാവുക, എപ്പോഴാണ് കട്ട് ഓഫ് റീജിയനിലാവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്കറിയാം, ഇപ്പം ഞാനൊരു ട്രാൻസിസ്റ്ററിൻ്റെ ഫിഗറൊക്കെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. This is collector, this is emitter, and this is base. As we all know, this is an NPN transistor, so this is a negative region, this is a positive region, and this is a negative region. Okay, so as compared to this emitter, this negative region,
if I have a positive region in the positive voltage at the P region. കാരണം ഇതെന്താ ഒരു ജസ്റ്റ് ഒരു പി എൻ ജംഗ്ഷനാണ്. നിങ്ങൾ ഈ എമിറ്റർ ബേസ് എമിറ്റർ ജംഗ്ഷൻ എടുക്കുക. ഇവിടെ ഒരു ബേസ് എമിറ്റർ ജംഗ്ഷനുണ്ട്. ഇത് ഈ ജംഗ്ഷനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡയോഡ് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് വരച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ എൻ പി. ഇതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഡയോഡ് ഈക്വലൻസ് ഓഫ് ട്രാൻസിസ്റ്റർ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഇത് കളക്ടറാണ്, ഇത് എൻ റീജിയനാണ്. കാരണം ഇവിടെ എന്താ, ഇവിടെ ഒരു പി എൻ ജംഗ്ഷനുണ്ട്, ഇവിടെ ഒരു പി എൻ ജംഗ്ഷനുണ്ട്. ദിസ് ഈസ് ബേസ് റീജിയൻ ആൻഡ് ദിസ് ഈസ് അഗെയിൻ എമിറ്റർ റീജിയൻ, ദാറ്റ് മീൻസ് നെഗറ്റീവ് റീജിയൻ. ദിസ് ഈസ് എ പോസിറ്റീവ് റീജിയൻ, രണ്ടിൻ്റെയും പോസിറ്റീവ് റീജിയനാണ്. ഓക്കെ, എനിക്ക് കിട്ടുന്ന ഏകദേശം ഒരു നമ്മൾ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ബേസ് എമിറ്റർ റീജിയൻ ഒരു ഡയോഡ പോലെയാണ്. ആ ഡയോഡിൽ ഒരു ഫോർവേഡ് ബയാസ് കൊടുത്തു കഴിഞ്ഞാൽ, ഫോർവേഡ് ബയാസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.7 വോൾട്ടേജിനേക്കാളും, അതായത് വി ബി ഇ ബേസ് ടു എമിറ്റർ വോൾട്ടേജ്, അതായത് അക്രോസ് ദിസ് വോൾട്ടേജ് ഈസ് നോൺ ആസ് വി ബി ഇ ബേസ് ടു എമിറ്റർ വോൾട്ടേജ്. ദാറ്റ് മീൻസ് in between these two voltage is known as base emitter voltage. If VBE is greater than 0.7 voltage, equal to or greater than 0.7 voltage, ഈ 0.7 voltage എന്താണെന്ന് പറയുന്നത് ഇത് പ്രാക്ടിക്കൽ കേസിലാണ് പറയുന്നത്. ഐഡിയൽ കേസിലാണെങ്കിൽ ഒരു ചെറിയൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് ബയാസ് ആവും. ബട്ട് ഇൻ പ്രാക്ടിക്കലി 0.7 വോൾട്ടേജിനേക്കാളും കൂടുതൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഡയോഡ് ക്യാൻ ബി ആക്ട് ആസ്, ഇപ്പോൾ 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ ദിസ് ഡയോഡ് വിൽ ബി ആക്ട് ആസ് ഇൻ എ സാച്ചുറേഷൻ റീജിയൻ. എ ലാർജ് കറണ്ട് സ്റ്റാർട്ട് ഇപ്പോൾ. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ക്യാൻ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബേസ് എമിറ്റർ വോൾട്ടേജിൽ ഒരു ഫോർവേഡ് പോസിറ്റീവ് വോൾട്ടേജ്, ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കണം. കാരണം ഇത് പി റീജിയനാണ്. ഈ റീജിയനിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കണം, എന്നാൽ മാത്രമാണ് ആ റീജിയനിൽ ആ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആവുള്ളൂ. ഫോർവേഡ് ബയാസിലാണ് നമുക്കറിയാം ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അതിനകത്തൊരു 0.7 വോൾട്ടേജിനേക്കാളും വലിയൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാച്ചുറേഷൻ റീജിയനിലേക്ക് പോകും. അപ്പോൾ സാച്ചുറേഷൻ റീജിയനിൽ ഡയോഡ് ദിസ് ട്രാൻസിസ്റ്റർ ക്യാൻ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുള്ളൂ. ഓക്കെ, വെൻ വി ബി ഈസ് ലെസ് ദാൻ 0.7 voltage, the transistor can be act as a cutoff region. This is in saturation region. In cutoff region, can be act as a open switch. So this is the collector region, this is the emitter region. So this is the collector region, this is the emitter region. This is cutoff region. Okay, അപ്പോൾ നത്തിങ് ബട്ട് ട്രാൻസിസ്റ്റർ രണ്ട് റീജിയനിൽ, സാച്ചുറേഷൻ റീജിയനിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, കട്ട് ഓഫ് റീജിയനിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ തന്നെയാണ് ട്രാൻസിസ്റ്ററിൻ്റെ നമ്മൾ ഇതിനകത്ത് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത്? ഒന്നുകൂടെ ഞാൻ പറയേണ്ട കേസുണ്ടോ ഇതിനകത്ത്? ഇൻ ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താണ് ഇതിൻ്റെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് ജസ്റ്റ് സാച്ചുറേഷൻ റീജിയനിലും കട്ട് ഓഫ് റീജിയനിലും സംഭവിക്കുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബേസിക് ഇലക്ട്രോണിക്സിൽ നോക്കാം. ഇത് സർക്യൂട്ട് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് കണ്ടീഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഈ ബേസിക് ഐഡിയ ക്ലിയർ ആണോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം.
ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? 0.7 വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഡയോഡ് ഫോർവേഡ് ബയാസിലാവാനാണെങ്കിലും, ഞാൻ ഡയോഡിൻ്റെ കേസിൽ ഞാനത് പറഞ്ഞില്ല, ഐഡിയൽ കേസാണ് പറഞ്ഞത്, ഇത് പ്രാക്ടിക്കൽ കേസാണ് പറഞ്ഞത്. ഈ ഡയോഡിൻ്റെ കേസിലാണെങ്കിലും ഫോർവേഡ് ബയാസ്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈവൻ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട് ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക്, അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ഡയോഡിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം ഐഡിയൽ കണ്ടീഷനിൽ നമ്മൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് പോസിറ്റീവ് വോൾട്ടേജ്, ദിസ് ഈസ് പോസിറ്റീവ് കറണ്ട്. ഈ പോസിറ്റീവ് വോൾട്ടേജ് പോസിറ്റീവ് കറണ്ട് എന്നെടുത്തത് ഫോർവേഡ് ബയാസ് കണ്ടീഷനിലാണ്. ഇത് -V -I എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസാണ്. ഇത് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാലാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എടുക്കാം, അതായത് ഫോർവേഡ് കണ്ടീഷനിൽ ശരിക്കും ഐഡിയൽ കേസിൽ ഈവൻ എ സ്മോൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ ചെയ്യണം സ്മോൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ. ബട്ട് ഇൻ റിവേഴ്സ് ബയാസിൽ നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. സോ ഐഡിയൽ കേസിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതായത് ഈവൻ ഒരു സ്മോൾ വോൾട്ടേജ്, അതായത് 0.001 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ബട്ട് ഇൻ പ്രാക്ടിക്കൽ കേസിൽ നമുക്കൊരു ഡ്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0.7 വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതിൻ്റെ കട്ടിങ് വോൾട്ടേജ് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ സമയത്ത് പറഞ്ഞോളാം. അതിന് ശേഷം മാത്രമാണ് നമുക്ക് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, ബട്ട് ഇങ്ങനെയല്ല ശരിക്കും വരുന്നത്. ശരിക്കും അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സ്ലോപ്പ് ഉണ്ടാവും. ഇതൊക്കെയാണ് ശരിക്കുമുള്ള കണ്ടീഷൻസ്. ബട്ട് നമ്മൾ ഒരു സർക്യൂട്ട് റിയലൈസ് ചെയ്യുമ്പോൾ, കാരണം അതിനും വലിയൊരു വോൾട്ടേജാണ് നമ്മളിനി കൊടുക്കാൻ പോകുന്നത്. കാരണം എന്താണ്, നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടിൽ റിയലൈസ് ചെയ്യുമ്പോൾ +5 വോൾട്ടേജാണ് നമ്മൾ ലോജിക് 1 ആയിട്ട് എടുക്കുന്നത്, 0 വോൾട്ടേജാണ് ലോജിക് 0 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ +5 വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ടേജിനേക്കാളൊക്കെ വളരെ വലിയ വോൾട്ടേജ് ആയ കാരണം ആ കേസ് നമ്മൾ എടുക്കുന്നില്ല. കാരണം ഇതെന്ന് പറയുന്നത് പതുക്കെ വോൾട്ടേജ് കൂട്ടുന്നൊരു കേസിലാണ്. പക്ഷേ നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യുമ്പോൾ ഐദർ വി ആർ ഗിവിങ് എ +5 വോൾട്ടേജ് ഓർ വി ആർ ഗിവിങ് എ 0 വോൾട്ടേജ്. സോ +5 വോൾട്ടേജ് ആകുമ്പോൾ ഇനീഷ്യലി പെട്ടെന്ന് അങ്ങനെ കറണ്ട് കയറുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങനെ ഒരു കേസ് നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല, ഈ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കേണ്ടതായിട്ടില്ല. സോ ഒരു 0.7 വോൾട്ടേജിന് മേലെയായിരിക്കും, എന്താണെങ്കിലും +5 വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ടേജിനേക്കാളും മേലെയായിരിക്കും. അപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ട് റിയലൈസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലായ കാരണം അത് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ള കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് അതുപോലത്തെ ചെറിയ വോൾട്ടേജിൻ്റെ ഇൻക്രീസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അത്രയും ബോധറാവണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫോർവേഡ് ബയാസിൽ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. റിവേഴ്സ് ബയാസിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. അതുപോലെ തന്നെയാണ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഈവൻ എ സ്മോൾ ഫോർവേഡ് ബയാസ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ഈ ബേസ് എമിറ്റർ റീജിയനിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ബട്ട് ഞാൻ ഇതിൻ്റെ കേസിൽ പ്രാക്ടിക്കൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ്റെ കേസിലാണ് എടുത്തത്. 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലാണെങ്കിൽ, അതിപ്പോൾ ഞാനൊരു +5 വോൾട്ടേജ് ആണെങ്കിൽ ഒബ്വിയസ്ലി 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും. സോ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് 0.7 വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ കേസ് പറഞ്ഞതേ ഉള്ളൂ. ശരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ >0 വോൾട്ടേജ് ആണെങ്കിൽ സാച്ചുറേഷൻ റീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് അത് നമ്മൾ ഒരു ടേം വൈസ് പറയുമ്പോൾ അത് ശരിയല്ലാത്ത കാരണമാണ് ഞാനിത് പ്രാക്ടിക്കൽ കേസിൽ ഞാനിത് എഴുതിയത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് അങ്ങനൊരു VB >0 വോൾട്ടേജ് ആകുമ്പോൾ സാച്ചുറേഷനിലാവും എന്നുള്ളതാണല്ലോ സാർ അന്ന് പറഞ്ഞതെന്ന് നിങ്ങളത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, സോ ഒബ്വിയസ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബേസ് റീജിയനിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എമിറ്റർ റീജിയനേക്കാളും പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ സാച്ചുറേഷൻ റീജിയൻ.
ഈ ബേസ് റീജിയനിൽ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ ബേസ് എമിറ്റർ റീജിയനിൽ നമുക്ക് 0 പൊട്ടൻഷ്യൽ ആയിരിക്കും. ദെൻ ദാറ്റ് ടൈം ദ കളക്ടർ എമിറ്റർ ജംഗ്ഷൻ വിൽ ബി ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. നിങ്ങൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഐ ജസ്റ്റ് വാണ്ട് ടു റിയലൈസ് എ നോട്ട് ഗേറ്റ് യൂസിങ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നോട്ട് ഗേറ്റ് എങ്ങനെ റിയലൈസ് ചെയ്യാമെന്നാണ്. നോട്ട് ഗേറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ ഇൻവെർട്ടർ. മസ്റ്റ് വി ഓൾ നോ ദാറ്റ് ഈസ് ആൻ ഇൻവെർട്ടർ. അതായത് ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻപുട്ടിൽ ലോജിക് 1 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ ലോജിക് 0 കിട്ടണം. ഇൻപുട്ടിൽ ലോജിക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ലോജിക് 1 കിട്ടണം. നമുക്ക് അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനൊക്കെ അറിയാം. ദിസ് ഈസ് എ വൈ ഈസ് നത്തിങ് ബട്ട് എ കോംപ്ലിമെൻ്റ് ആയിരിക്കണം. സോ ഈ സർക്യൂട്ട് ഇതാണ് നമ്മൾ റിയലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഗേറ്റ് എന്താണെന്നാണ്, എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ വെച്ചിട്ട് റിയലൈസ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലോജിക് ഗേറ്റ് ആണെന്ന് പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഈ ലോജിക് ഗേറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി ഇഫ് ഐ ഹാവ് എ ട്രാൻസിസ്റ്റർ, the transistor is transistor, this is base resistor, this is collector resistor, this is my output V out, this is my input V in, and this is a plus VCC voltage. ശരിക്കും ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇതാണ് ഈ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ നോട്ട് ഗേറ്റ്, ഇതാണ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സർക്യൂട്ടാണ്, ഈ നോട്ട് ഗേറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സർക്യൂട്ടുണ്ട്. പക്ഷേ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ലോജിക് 1 അല്ലെങ്കിൽ ലോജിക് 0 എ ആണ് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത് വൈ ആണ്. സോ ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ലോജിക് 1 കൊടുത്ത് ലോജിക് 0 കിട്ടണം. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്കറിയാം, ഇനീഷ്യലി ഐ ഹാവ് ഗിവൺ ഇഫ് വി ഇൻ ഈസ് +5 voltage, that means A is logic 1. okay clear. ഞാൻ +5 voltage ആണ് കൊടുക്കുന്നത്. +5 voltage കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദിസ് ഈസ് ബേസ് റീജിയൻ, this is emitter region, and this is collector region. So VB is greater than 0.7 voltage ആണ്. So VB, കാരണം എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്, 0 voltage ആണ്. VB is greater than 0.7 voltage ആണ്. Here VB is greater than 0.7 voltage. So at that time the collector and emitter act as a closed switch. അല്ലേ? കാരണം എന്താ, സാച്ചുറേഷൻ റീജിയനാണ്. കളക്ടർ ആൻഡ് എമിറ്റർ ആക്ട് ആസ് എ ഷോർട്ട് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ വി ഔട്ട്? എന്തായിരിക്കും വി ഔട്ട്? സോ ദ വി ഔട്ട് എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞാൽ എന്തായിരിക്കും വി ഔട്ട്? കളക്ടർ എമിറ്റർ ഷോർട്ട് ആണെങ്കിൽ എന്തായിരിക്കും വി ഔട്ട്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്, എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ കേട്ടോ എന്തായിരിക്കും? നിങ്ങൾ പറ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്ക്.
നിങ്ങളാരും കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലായില്ലെന്ന് പറഞ്ഞു. എന്താണ് ഞാൻ ഈ പറഞ്ഞതെന്ന്? നിങ്ങളൊന്നും പറയാതിരിക്കില്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ, കേൾക്കുന്നില്ലേ നിങ്ങൾ? ഹലോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറഞ്ഞു. കാരണം ഇത് എന്താണ്? റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് തുറന്ന് പറയാം. കാരണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? ഇപ്പം ഇങ്ങനെയൊരു സർക്യൂട്ടാണ്, ഈ ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ് ഈ നോട്ട് ഗേറ്റിൻ്റെ ഉള്ളിലുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു നോട്ട് ഗേറ്റിൻ്റെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? ഡിജിറ്റൽ സർക്യൂട്ടാണ്, ഡിജിറ്റൽ ഇൻപുട്ടുകളാണ് കൊടുക്കുന്നത്. ഡിജിറ്റൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്നിൽ ലോജിക് 1 അല്ലെങ്കിൽ ലോജിക് 0, ഈ രണ്ട് ഇൻപുട്ടുകളാണ് നമുക്ക് കൊടുക്കാനുള്ളൂ ഇതിൻ്റെ ഇൻപുട്ടിൽ. അതായത് ഈ വി ഇൻ എന്ന് പറഞ്ഞ കേസിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ളത് ഒന്നിൽ ലോജിക് 1 ആണ് അല്ലെങ്കിൽ ലോജിക് 0 ആണ്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ഒന്നിൽ ലോജിക് 1 ആണ് അല്ലെങ്കിൽ ലോജിക് 0 ആണ്. അപ്പോൾ ഇനീഷ്യലി ഞാൻ കൊടുക്കുന്നത് ലോജിക് 1 ആണെന്ന് വിചാരിക്കും. ലോജിക് 1 എന്ന് പറയുന്നത് എന്താണ്? +5 വോൾട്ടേജ് ആണ്. +5 വോൾട്ടേജ് കൊടുക്കുമ്പം ഇത് നമുക്കറിയാം, ഈ ട്രാൻസിസ്റ്റർ NPN ട്രാൻസിസ്റ്ററാണ്. സോ പി റീജിയനിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. പി റീജിയനിൽ ഒരു ഹയർ പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്, ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജിനേക്കാളും. കാരണം എന്താ? ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ് ഒബ്വിയസ്ലി 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും. കാരണം എന്താണ്? 5 വോൾട്ടേജാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്? ഇത് സാച്ചുറേഷൻ റീജിയനിലായി പോവും അല്ലേ? 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലാണെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഗ്രേറ്റർ ദാൻ 0.7 സാച്ചുറേഷൻ റീജിയൻ. സാച്ചുറേഷൻ റീജിയനിൽ എന്താ സംഭവിക്കുന്നത്? കളക്ടർ എമിറ്റർ വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് വി ഔട്ട്? വി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എമിറ്റർ റീജിയൻ. ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ശരിക്കും കളക്ടർ പോയിൻ്റ് എന്ന് പറയുന്നത് എമിറ്റർ പോയിൻ്റ് തന്നെയാണ്. കാരണം ഇതന്നെ ക്ലോസ്ഡ് സ്വിച്ച് ചെയ്തേക്കാണ്. എമിറ്റർ എന്ത് ചെയ്തിരിക്കുകയാണ്? ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. സോ വാട്ട് വിൽ ബി ഇൻ മൈ വി ഔട്ട്? വി ഔട്ട് വിൽ ബി 0 വോൾട്ടേജ്. ക്ലിയർ ആയോ? കളക്ടർ എമിറ്ററുമായിട്ട് ഷോർട്ടായെന്ന് പറഞ്ഞാൽ എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ കളക്ടറും ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുക. ഓക്കെ, വെൻ വി ഇൻ ഈസ് പോസിറ്റീവ്, ഞാൻ ഒന്നുകൂടെ പറയാം. വെൻ വി ഇൻ ഈസ് എ പോസിറ്റീവ് +5 വോൾട്ടേജ്, വി ബി ഈസ് ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ്. കാരണം എന്താ? എമിറ്ററിൽ ഞാൻ 0 ആണ് കൊടുത്തിരിക്കുന്നത്, ബേസിൽ ഞാനൊരു +5 വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്. സോ ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ് ആണ്. ഒബ്വിയസ്ലി 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലാണ് എൻ്റെ ബേസ് എമിറ്റർ വോൾട്ടേജ്. സോ ദിസ് ട്രാൻസിസ്റ്റർ വിൽ ബി ആക്ട് ആസ് ഇൻ എ സാച്ചുറേഷൻ റീജിയൻ. സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്ന കളക്ടർ എമിറ്റർ ഷോർട്ടായിട്ടുള്ള റീജിയനാണ്. കളക്ടർ എമിറ്റർ വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. വെൻ ഇറ്റ് ഈസ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ കളക്ടറിൽ നിന്നാണ് ഞാൻ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. എമിറ്ററിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്ന അതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. കാരണം കളക്ടർ എമിറ്റർ ഷോർട്ടാണ്. So I can get a V out as a 0 voltage when VBE is a greater than 0.7 voltage. So that means when V in is +5 voltage or logic 1 voltage, V out will be logic 0 voltage. Clear ആയോ? കുറച്ചുകൂടി ഉച്ചത്തിൽ പറയൂ, എനിക്ക് കേൾക്കുന്നില്ല. ഓക്കെ ഫൈൻ. ഈ കൺസെപ്റ്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. റിയലൈസ് ചെയ്യുമ്പോൾ എല്ലാത്തിനകത്തും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അടുത്ത തവണ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട് തോന്നരുത്. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി എന്താണ്? ഇനിയിപ്പോൾ വി ഇൻ എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷനാണ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. വെൻ വി ഇൻ ഈസ് ലോജിക് 0, വെൻ വി ഇൻ ഈസ് 0 വോൾട്ടേജ്, ഓർ ക്യാൻ ബി സേ ദാറ്റ് എ ഈസ് 0. എ തന്നെയാണ് വി ഇൻ എന്ന് പറയുന്നത്. നമുക്ക് 2 വോൾട്ടേജാണ് കൊടുക്കുന്നത്, ഒന്നിൽ +5 വോൾട്ടേജ് അല്ലെങ്കിൽ 0 വോൾട്ടേജ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? വി ബി ഈസ് ലെസർ ദാൻ 0.7 വോൾട്ടേജ് അല്ലേ? ഒബ്വിയസ്ലി 0.7 വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും. കാരണം എന്താ?
വിന്നിൽ 0 വോൾട്ടേജാണ് കൊടുക്കുന്നത്, എമിറ്ററിൽ 0 വോൾട്ടേജാണ്, ബേസ് എമിറ്റർ വോൾട്ടേജ് 0.7 കുറവായിട്ടുള്ള വോൾട്ടേജാണ്. അറ്റ് ദാറ്റ് ടൈം എന്താണ് ഇത്? ദിസ് വിൽ ബി ഇൻ കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയനിൽ എന്താണ് സംഭവിക്കുക? C and E act as open switch. അതാണ് കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ദിസ് കളക്ടർ ആൻഡ് എമിറ്റർ ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. ദർ വിൽ ബി നോ കണക്ഷൻ ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. സോ വാട്ട് ഈസ് മൈ VCC? ആൻസർ മൈ VCC ഈസ് ഓൾസോ +5 വോൾട്ടേജ്. +5 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക VCC എന്ന് പറയുന്നത്. അപ്പോൾ ആ +5 വോൾട്ടേജ് തന്നെയായിരിക്കും എനിക്ക് VOT കിട്ടുക. കാരണം നോ കണക്ഷൻ ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. ഗ്രൗണ്ടിലേക്ക് കണക്ഷനൊന്നുമില്ല. എന്താണ് ഈ +5 വോൾട്ടേജ് അത് തന്നെയായിരിക്കും VOTലേക്ക് കിട്ടുക. അപ്പോൾ അതായത് ഈ വോൾട്ടേജ് എന്താണോ അത് തന്നെയായിരിക്കും എനിക്ക് ഇവിടെ കിട്ടാൻ പോകുന്നു, വേറെ എങ്ങോട്ടും പോവില്ല. ഇത് കളക്ടറും എമിറ്ററും ഓപ്പൺ ആണ്. സോ ദ കറണ്ട് വിൽ ബി ഡയറക്ട്ലി ഗോ ടു ദ VOT ഓർ +5 വോൾട്ടേജ് തന്നെ എനിക്ക് VOT കിട്ടും. ഓക്കെ, സോ കട്ട് ഓഫ് റീജിയൻ ആയ കാരണം what will be my VOT? VOT is equal to plus VCC, that is equal to +5 voltage. So simply if I apply A as 1, Y as 0, A is 0, Y as 1. So this is basically a NOT gate. Basically represent a NOT gate or an inverter. Okay, ഇതിനെ നമ്മൾ സാധാരണ പറയുക ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ എന്നാണ് പറയുക. ഇങ്ങനെ ഒരു കണക്ഷന് നമ്മൾ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ. അപ്പോൾ ട്രാൻസിസ്റ്റർ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ പറഞ്ഞത്. ക്ലിയർ ആയോ ഈ ഐഡിയ? എങ്ങനെയാണ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്കൊരു ഇൻവെർട്ടർ അല്ലെങ്കിൽ ഒരു നോട്ട് ഗേറ്റ് ആയിട്ട് ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്യാമെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള കോമ്പിനേഷൻ സർക്യൂട്ട്സുകളൊക്കെ നമ്മൾ നോക്കും. ഈ ഐഡിയ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇൻ ബിറ്റ്വീൻ പ്രോബ്ലം ചെയ്യുമ്പോഴാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, സോ ലൈക്ക് ദാറ്റ് ഐ നീഡ് ടു റിയലൈസ് ആൻ OR ഗേറ്റ് യൂസിങ് ഡയോഡ്. നമുക്ക് ആദ്യം ഡയോഡ് വെച്ചിട്ട് റിയലൈസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ട്രാൻസിസ്റ്റർ വെച്ചിട്ടും OR ഗേറ്റ് റിയലൈസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് റിയലൈസ് ചെയ്യുക? ലൈക്ക് if I have this is A pin, this is B pin, this is my VOT. Okay, so this is simply OR ഗേറ്റിൻ്റെ ഉള്ളിലാണ്. അതായത് ഇപ്പം നമ്മളൊരു A, B, this is an OR gate symbol, this is Y, so this is Y. ഈ സംഭവമാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ സിമ്പിളി ഒരു ഡയോഡ് വെച്ചിട്ടുള്ള ഒരു OR ഗേറ്റ് സർക്യൂട്ടാണ് അറിയുന്നത്. നമുക്കറിയാം OR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്താണ്? A, B, Y, A or B എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആവും. ദാറ്റ് മീൻസ് 0 0 ആകുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 0, 0 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 1, 1 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1, 1 1 ആകുമ്പോൾ ഔട്ട്പുട്ട് 1. സോ ദിസ് ഈസ് സിംപ്ലി ആൻ OR ഗേറ്റ്. ഓക്കെ, ട്രൂത്ത്. സോ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം +5 വോൾട്ടേജ് ആണ്. 0 എന്ന് പറയുന്നത് ഗ്രൗണ്ട് വോൾട്ടേജ് തന്നെയാണ്. ഇനീഷ്യലി 0 0 വോൾട്ടേജ് കൊടുക്കുകയാണ് ഞാൻ. ഇനീഷ്യലി ഞാൻ 0 0 വോൾട്ടേജ് കൊടുക്കുകയാണ്. അതായത് രണ്ടും ഗ്രൗണ്ട് കൊടുക്കുകയാണ്. ദെൻ വാട്ട് വിൽ ബി? So the diode will be both diode will be act as a reverse bias.
കാരണം എന്താണ്, ദിസ് ഇസ് പി എൻ പി എൻ. വെൻ പിയിൽ ഒരു പോസിറ്റീവ് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് ഫോർവേഡ് ബയാസ് ആവുകയുള്ളൂ. എന്നിനെ വെച്ചിട്ട് പിയിൽ ഒരു പോസിറ്റീവ് കൊടുക്കുമ്പോൾ മാത്രമാണ് ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുകയുള്ളൂ. അപ്പം മാത്രമാണ് ഡയോഡ് ആക്ട് ആസ് ക്ലോസ്ഡ് സ്വിച്ച് ആവുകയുള്ളൂ. ഓക്കെ, ഇനീഷ്യലി ഇവിടെ 0 ആണ്. എൻ റീജിയനിലും പ്രത്യേകിച്ച് സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. സോ രണ്ട് റീജിയനിലും ഒരു 0 വോൾട്ടേജാണ്. ഇൻഎഫക്റ്റീവിൽ സപ്ലൈ ഒന്നും കൊടുക്കാത്ത റീജിയനിലുള്ള കണ്ടീഷനാണ്. അങ്ങനെ ഇൻഎഫക്റ്റീവായിട്ട് സപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് റീജിയനിലാണ് നമ്മൾ വർക്ക് ചെയ്യുക, ഇത് ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇതിനകത്ത് ബയാസിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ദാറ്റ് മീൻസ് നോ കറണ്ട് വിൽ ബി ഫ്ലോ ത്രൂ ദി ബോത്ത് ബ്രാഞ്ചിക്കിടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. സോ ദ ഔട്ട്പുട്ട് വിൽ ബി 0 ഇൻ 0 കണ്ടീഷൻ. ഇൻ 0-1 കണ്ടീഷനിൽ ബി ഈസ് 1 കണ്ടീഷനിൽ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇഫ് ബി 1 ആണെങ്കിൽ +5 വോൾട്ടേജ് ആണെങ്കിൽ എന്താണ്, diode, consider this diode is known as D1 and this is D2. D1 is in reverse bias and D2 is in forward bias. Why D2 is in forward bias? D2 എന്തുകൊണ്ടാണ് ഫോർവേഡ് ബയാസ് ആയത്? ബിയിൽ ഞാനൊരു +5 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് ലോജിക് 1 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ദിസ് ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ദർ വിൽ ബി എ കറണ്ട് ഫ്ലോ ത്രൂ ദിസ് ബ്രാഞ്ച് ആൻഡ് ദർ വിൽ ബി എ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് റെസിസ്റ്റർ വി ഔട്ട്. അപ്പോൾ എത്ര വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്? +5 വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് +5 വോൾട്ടേജ് തന്നെ നമുക്ക് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അപ്പോൾ 0-1 കണ്ടീഷനിൽ ഐ വിൽ ഗെറ്റ് എ പോസിറ്റീവ് +5 വോൾട്ടേജ് അറ്റ് ദി ഔട്ട്പുട്ട് 0-1. ഇനി 1-0 എന്താ സംഭവിക്കുക? 1-0 ഈ ഡയോഡ് D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആവും. കാരണം എന്താ, അവിടെ +5 വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്. +5 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. D1 ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. സോ ദർ വിൽ ബി എ കറണ്ട് ഫ്ലോ. സോ ദാറ്റ് മീൻസ് വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഹിയർ ഇറ്റ് ഈസ് 0 വോൾട്ടേജ് ആയ കാരണം ഡയോഡ് D2 ഓപ്പൺ സ്വിച്ച് ആണ്. സോ നോട്ട് മൈൻഡ്, ദർ വിൽ ബി എ +5 വോൾട്ടേജ്. സോ ഔട്ട്പുട്ട് ഈസ് +5 വോൾട്ടേജ്. In the case of both inputs are logic 1, that means +5 voltage. That means ഇവിടെയും +5 വോൾട്ടേജ് ആണ്, ഇവിടെയും +5 വോൾട്ടേജ് ആണ്. സോ ഡയോഡ് D1 ഈസ് ക്ലോസ്ഡ് സ്വിച്ച്, D2 ഈസ് ഓൾസോ ക്ലോസ്ഡ് സ്വിച്ച്. സോ ഇത് രണ്ട് പാരലായിട്ട് +5 വോൾട്ടേജ് തന്നെയാണ് ഇവിടെ വരുന്നത്. പാരലൽ സർക്യൂട്ടാണ്. ആ +5 വോൾട്ടേജ് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പം 0-1 കണ്ടീഷനിലും 1-0 കണ്ടീഷനിലും 1-1 കണ്ടീഷനിലും എനിക്ക് +5 വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി തന്നെ വി ഔട്ട് കിട്ടും. 0-0 കണ്ടീഷനിൽ ബോത്ത് ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആയ കാരണം ഔട്ട്പുട്ട് വിൽ ബി 0 വോൾട്ടേജ്. പ്രത്യേകിച്ച് സപ്ലൈ വോൾട്ടേജ് ഒന്നുമില്ല. സോ ദ ഔട്ട്പുട്ട് വിൽ ബി 0 വോൾട്ടേജ്. സോ സിംപ്ലി ദിസ് സർക്യൂട്ട് വിൽ ബി ആക്ട് ആസ് എ OR ഗേറ്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ഫൈൻ. ഇനി അങ്ങനെയാണെങ്കിൽ എനിക്കൊരു NOR ഗേറ്റ് എങ്ങനെ റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. NOR ഗേറ്റ്, how to realize. എന്താണ് NOR ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OR ഗേറ്റ് പ്ലസ് എ നോട്ട് ഗേറ്റ് ആണ്. OR ഗേറ്റിൻ്റെ കൂടെ ഒരു നോട്ട് ഗേറ്റോടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് എ NOR ഗേറ്റ്. സോ ദിസ് സർക്യൂട്ട് ക്യാൻ ബി ഈസിലി ഇംപ്ലിമെൻറ്റഡ് ബൈ if I have A, if I have B. So this circuit will be simply act as a OR gate.
സർക്യൂട്ടാണ് സിംപ്ലി നോർ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. കാരണം എന്താണ്, ഇത്രയും സർക്യൂട്ട് വിൽ ബി ആക്ട് ആസ് ദിസ് ഈസ് സിംപ്ലി ആക്ട് ആസ് an OR gate and this is simply act as a NOT gate. So OR plus NOT gate combination ആയിട്ട് ഉപയോഗിച്ചാൽ മതി, you will get a NOR gate. Okay, clear ആണോ? ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ഓക്കെ. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇതിനേക്കാളും കുറച്ചുകൂടി സർക്യൂട്ട് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ സർക്യൂട്ട് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിരിക്കും. കോംപ്ലക്സ് അല്ല, ഏറ്റവും സിമ്പിളായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരിക, ദ സർക്യൂട്ട് implies which gate? ഏത് ഗേറ്റാണ് ഈ സർക്യൂട്ട് ഇംപ്ലൈ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ we have പ്ലസ് VCC. ഇത് പറയാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പറയാൻ സാധിക്കും. ഏത് സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഇത് 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള സർക്യൂട്ടാണ്. Consider this is B, consider this is A. So these two are input, A and B are input, and this is grounded, and the output is taken from here. Out is taken from here. This is my R. So this is my circuit. The Vout is taken from collector from both transistor. Here we can have transistor T1 and transistor T2, and here it is supply voltage. Can be assumed that this is plus 5 voltage. Okay. നിങ്ങൾ തന്നെ പറഞ്ഞേ. So this is A, B and Y. This is my Y. Zero, 0, 0, 1, 1, 0 and 1. Tell me. 0, 0 ആകുമ്പോൾ എന്താണ് എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മതി. 1, 0 ആകുമ്പോൾ എന്താണ് ഔട്ട്പുട്ട്, 0, 1 ആകുമ്പോൾ എന്താണ് ഔട്ട്പുട്ട്, 1, 1 ആകുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മതി. So I can get the truth table. From the truth table I can imply the result. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കി, 0, 0യിൽ എന്താണ് ഔട്ട്പുട്ട്? ജസ്റ്റ് പറഞ്ഞു നോക്കൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. സീറോ സീറോയിൽ എന്താണ് ഔട്ട്പുട്ട്, വി ഔട്ട് എന്താണെന്ന്? ഇൻപുട്ട് 2 0 0 കൊടുത്തു. 2 ട്രാൻസിസ്റ്ററിൻ്റെയും ബേസിൽ 0 0 കൊടുത്തു. അപ്പോൾ ആ ട്രാൻസിസ്റ്റർ എന്തായിട്ട് ആക്ട് ചെയ്യുക? 0 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 0 കൊടുത്തു കഴിഞ്ഞാൽ ബേസിൽ 0 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ വിൽ ബി ആക്ട് ആസിന് പറഞ്ഞ് എന്ത് റീജിയനിലാണ്? കട്ട് ഓഫ് റീജിയനിലാണ്. കട്ട് ഓഫ് റീജിയനിൽ എന്താണെന്നാണ് പറഞ്ഞത്? കളക്ടറും എമിറ്ററും ഓപ്പൺ ആണ് അല്ലേ? കളക്ടറും എമിറ്ററും ഓപ്പൺ ആണ്. സോ ബോത്ത് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറും എമിറ്ററും ഓപ്പൺ ആണ്. സോ വാട്ട് വിൽ ബി മൈ ഔട്ട്പുട്ട് വോൾട്ടേജ്? വി ഔട്ട് എന്തായിരിക്കും? പ്ലസ് വി സി സി. എക്സലൻറ്റ്. പ്ലസ് വി സി സി ആണ്. പ്ലസ് വി സി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +5 വോൾട്ടേജ് ആയ കാരണം ലോജിക് 1 ആണ്. ഓക്കെ.
ദെൻ 0 1 0 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ 0 ആണ്. സോ ദാറ്റ് മീൻസ് ട്രാൻസിസ്റ്റർ T1 ഓപ്പൺ ആണ്. ബി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ് അല്ലേ. ട്രാൻസിസ്റ്റർ ബി T2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. കളക്ടർ എമിറ്റർ ഷോർട്ടാണ്. കാരണം എന്താ, ബിയിൽ +5 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഷോർട്ടാണ്. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്? പറഞ്ഞേ, എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്? നിങ്ങൾ പറഞ്ഞു നോക്കൂ. there will be a closed path to the ground. ഗ്രൗണ്ടിലേക്കൊരു ക്ലോസ്ഡ് പാത്ത് ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ വോൾട്ടേജ് ആയിരിക്കും. എക്സലൻറ്റ്, 0 വോൾട്ടേജ്. ഇനി 1 0 വരുമ്പോഴോ? 1 0 വരുമ്പോൾ ദിസ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. കാരണം ഇവിടെ +5 വോൾട്ടേജ് ആണ്. സോ കളക്ടർ ആൻഡ് എമിറ്റർ ഷോർട്ടാണ്. ഇവിടെ 0 വോൾട്ടേജ് ആണ്. കളക്ടർ ആൻഡ് എമിറ്റർ ഓപ്പൺ ആണ്. ഇവിടെ ഷോർട്ടായ കാരണം there will be a direct path to the ground. So the output voltage at that time also 0 voltage. Clear? Then 1 1 കണ്ടീഷനിൽ നമുക്ക് എന്തായിരിക്കും? ഇവിടെ +5 വോൾട്ടേജ് ആണ്, ഇവിടെയും +5 വോൾട്ടേജ് ആണ്. So this will be closed circuit. That means there will be a closed path to the ground in both line. So the output voltage will be again 0 voltage. Clear? So the truth table I got as 0 0 കണ്ടീഷനിൽ 1 ആണ് ഔട്ട്പുട്ട് കിട്ടുക. 0 1 കണ്ടീഷനിൽ 0 ആണ്. 1 0 കണ്ടീഷനിൽ 0 ആണ്. 1 1 കണ്ടീഷനിൽ 0 ആണ്. ഇത് ഏത് ഗേറ്റാണിത്? ഏത് ഗേറ്റ് ഇത്? ഏത് ഗേറ്റാണ്? നിങ്ങൾ മറന്നുപോയത് ഏത് ഗേറ്റാണ്? ഓർ ഗേറ്റ്. എന്താ ഓർ ഗേറ്റ്? ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ 0 0 കണ്ടീഷനിൽ മാത്രം 0, 0 1 1, 1 0 1, 1 1 1. അപ്പോൾ അതിൻ്റെ നേരെ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. 0 0 മാത്രം 1, 0 1 കണ്ടീഷനിൽ 0, 1 0 കണ്ടീഷനിൽ 0, 1 1 കണ്ടീഷനിൽ 0 എന്ന് പറഞ്ഞാൽ എന്ത് ഗേറ്റ് ഇത്? എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഇൻപുട്ട് വരുമ്പോൾ മാത്രം ഔട്ട്പുട്ട് ഹൈ ആവുന്നതല്ലേ. ഞാൻ ഇപ്പം ഞാൻ അതിൻ്റെ ക്ലൂ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ക്ലൂ പറഞ്ഞായിരുന്നു. അതായത് 0 0 കണ്ടീഷനിൽ ഓർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആവുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആവുന്നത് തന്നെ. എ ഓർ ബി എന്നുള്ളതാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആകുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആവും. അതായത് 0 1 ആകുമ്പോൾ 1 ആവും, 1 0 ആകുമ്പോൾ 1 ആവും, 1 1 ആകുമ്പോൾ 1 ആവുന്ന ഗേറ്റിനെയാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. അതിനെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്തിരിക്കുന്നതല്ലേ ഈ ട്രൂത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ. 0 0 ആകുമ്പോൾ മാത്രം 1, 0 1 ആകുമ്പോൾ 0, 1 0 ആകുമ്പോൾ 0, 1 1 ആകുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഏത് ഗേറ്റ് ഇത്? എക്സലൻറ്റ്, ഓർ ഗേറ്റ് ആയിരിക്കും അല്ലേ. ഓർ ഗേറ്റിനെ ഒന്ന് നോട്ട് ചെയ്തതാണ് ഈ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ട്രൂത്ത് ടേബിളൊക്കെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കണം കേട്ടോ, ഇതൊക്കെ റിയലൈസ് ചെയ്യുമ്പോൾ. കാരണം നിങ്ങൾക്ക് റിയലൈസ് ചെയ്ത് നിങ്ങൾ ഈ ട്രൂത്ത് ടേബിളിലേക്ക് എത്തിയതിന് ശേഷവും നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ, ഏത് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണെന്ന് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് ആ ഫസ്റ്റ് ഫ്യൂ ക്ലാസ്സസിൽ നമ്മൾ ഗേറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് റിയലൈസ് ചെയ്തതെന്നൊന്ന് നോക്കണം കേട്ടോ. അത് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവുള്ളൂ. ഫൈൻ, ക്ലിയർ ആയോ ഇതെങ്ങനെയാണ് നോർ ഗേറ്റ് ആയെന്നുള്ളത്? നോർ ഗേറ്റിലേക്ക് എത്തിയത്, ഈ സർക്യൂട്ട് നോർ ഗേറ്റിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ ഇതിനകത്ത്? കുറച്ച് കുട്ടികളൊന്നും കോൺഫിഡൻ്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വീണ്ടും ചോദിക്കാം. കാരണം ഈ ഒരു ബേസ് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ഒന്നും മനസ്സിലാവില്ല. അടുത്ത പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്?
ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം കൂടി തരാം. അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളിതിൻ്റെ ആൻസർ ഉറപ്പായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എനിക്ക് കറക്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് Q2. ഏത് ഗേറ്റ് ആണെന്ന് റിയലൈസ് ചെയ്താൽ മതി. ഈ സർക്യൂട്ട് റിയലൈസ് ഈ പ്ലസ് VCC എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ +5 വോൾട്ടേജ് ആയിട്ട് എടുത്താൽ മതി. ഈ AB എന്ന് പറയുന്നതാണ് നിങ്ങളുടെ 2 ഇൻപുട്ട് എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ Vout. ഓക്കെ ഓക്കെ, നിങ്ങൾ എന്നെ ഒന്ന് റിയലൈസ് ചെയ്ത് നോക്കുക ഏത് ഗേറ്റാണെന്ന്. അതിന് ശേഷം നിങ്ങൾ എനിക്ക് അതിൻ്റെ ആൻസർ ഒന്ന് ഷെയർ ചെയ്ത് തരിക. ഓക്കെ, നമുക്ക് നോക്കാം ഇതിന് നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടോയെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ ഈ ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നോടെ നിങ്ങൾ റിവൈസ് ചെയ്ത് കേൾക്കുക. ഇതിൻ്റെ നോട്ട് ഞാൻ ഷെയർ ചെയ്യാം. നോട്ട് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാത്തതുകൊണ്ട് ഉറപ്പായിട്ടും ചോദിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കുറച്ച് സർക്യൂട്ടോടെ ഞാൻ റിയലൈസ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ഐഡിയ കിട്ടും. ഉറപ്പായിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ക്ലാസ് ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ നോട്ടാണെങ്കിൽ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം വരിക. അല്ലെങ്കിൽ നിങ്ങൾ ബ്ലാങ്ക് ആയി പോകും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഓക്കെ, നിങ്ങളിതൊന്ന് റിയലൈസ് ചെയ്തതിന് ശേഷം എനിക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഫൈൻ.